ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചെടികളുടെയൊക്കെ ഒരു അവസ്ഥ എന്തായി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴയാണ്. അപ്പോൾ ചെടികളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചട്ടിയിലൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മഴ അധികം കൊള്ളാത്ത സ്ഥലത്തേക്ക് ചെടിയൊക്കെ മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾക്ക് അത് ഡ്രെയിനേജ് ശരിയായിട്ടുള്ള ഡ്രെയിനേജ് അല്ലെങ്കിൽ വെള്ളം ഇതുപോലെ കെട്ടി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെടിയൊക്കെ നശിച്ചു പോകാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം റോസും അതുപോലെ തന്നെ മറ്റു ചെടികളൊക്കെ അധികം മഴ കൊള്ളാത്ത രീതിയിലേക്ക് സേഫായിട്ട് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. ശക്തിയായിട്ടുള്ള മഴ ആയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ കണ്ടോ ഇതുപോലെ അങ്ങ് അടർന്ന് പോവാട്ടോ, തൊടുമ്പോഴേ കയ്യിലേക്ക് പോരും കേട്ടോ. അപ്പം എൻ്റെ റോസിലൊക്കെ ഒരുപാട് പൂക്കളും മുട്ടുകളൊക്കെ വന്നൊരു സമയമായിരുന്നു. ആദ്യത്തെ ആ മഴയ്ക്ക് ശേഷം കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒരുപാട് കണ്ടോ ഇതുപോലെ ഒരുപാട് പൂക്കളും മുട്ടുകളും നമ്മുടെ ബട്ടൺസ് റോസിലൊക്കെ ഒരുപാട് മുട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മഴയിൽ എന്താവും എന്നുള്ളൊരു ടെൻഷനുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ സൈഡിലേക്ക് എടുത്തു വെക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥലം കുറവാണ്. അപ്പം ഇതിനെ എങ്ങനെ ഒന്ന് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുള്ള ടെൻഷനില്ല കേട്ടോ. മുട്ട കണ്ടോ ഇതുപോലെ ഒരുപാട് മുട്ടകളൊക്കെ വന്നു കേട്ടോ. ആദ്യത്തെ മഴയ്ക്ക് ശേഷം നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത സമയത്ത് ഒരുപാട് മുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നാൽ കണ്ടില്ലേ, ഇതുപോലെ വെള്ളം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരും ചെടികളൊക്കെ സൂക്ഷിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.